തീരാമൗനം നീ എന്നരികിൽ വലയുമ്പോ കണ്ണെല്ലാം നീറുന്നുണ്ടേ മുന്നിൽ നീയൊന്നണയാനാ. നെഞ്ചം എന്നുയരുന്നിനി നേരം നിന്നെ വീണ്ടും നേരിടും. തീരാ ദൂരം പോയാണെങ്കിലും കാണാ തീരം. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലിത്തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. അപ്പം നമസ്കാരം, ഞാൻ ഷാൻ റഹ്മാൻ. ഞാനിപ്പോൾ സീക്രട്ട് ഹാർട്ട്സ് കോളേജിലാണ് ഇരിക്കുന്നത്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ. വീട്ടിൽ ആർക്കും ഈ കഴിവില്ല. പിന്നെ ഇത് കണ്ടുപിടിച്ചതും വീട്ടുകാരല്ല. ഇത് എന്താ പറയാ, ഇനിഷ്യലി എൻ്റെ ഇൻട്രസ്റ്റ് സൗണ്ട് എഞ്ചിനീയറിംഗിലായിരുന്നു. ഞാൻ പഠിച്ചതും വളർന്നൊക്കെ 8th വരെ വെളിയിലായിരുന്നു. 8th കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് തലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ സൗണ്ട് എഞ്ചിനീയറിംഗ് ആണെങ്കിലും അങ്ങനത്തെ ഈ എൻ്റർടൈൻമെൻറ്റ് റിലേറ്റഡ് കാര്യങ്ങൾക്കൊക്കെ അവിടെ ലിമിറ്റഡ് റിസോഴ്സസ് ആയിരുന്നു ഉണ്ടായിരുന്നു, പഠിക്കാനാണെങ്കിലും എന്തിനു വേണ്ടിയാണെങ്കിലും. അപ്പം ആ സമയത്തൊക്കെ എന്താ പറയുക, തലശ്ശേരിയിലെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 512 kbps ആണ്. അപ്പോൾ ആ സ്പീഡിലൊക്കെ നമ്മൾ പല പല സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നു. എന്നിട്ട് സ്വയം ഇരുന്ന് ആ ഹെൽപ്പ് മെനു ഉണ്ടാകും ഓരോ സോഫ്റ്റ്വെയർസിനും. ആ ഹെൽപ്പ് മെനു എടുത്തിട്ടാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർസ് പോലും പഠിച്ചത് ആ ഹെൽപ്പ് മെനു എടുത്തിട്ട് മാത്രമാണ്. അപ്പം ഇത് ആക്ച്വലി പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സൗണ്ട് എഞ്ചിനീയറിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചതാണ്. എനിക്ക് പണ്ടോട്ട് ഈ കീബോർഡ് വായിക്കുന്ന ഒരു ശീലമുണ്ട്, പക്ഷേ നോട്ട് നെസസറിലി കമ്പോസിങ്, പക്ഷേ യു ഡിസ്പ്ലേ ദ കീബോർഡ്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നോട് ചോദിച്ചത്, നിനക്ക് സ്വന്തമായിട്ട് കമ്പോസ് ചെയ്തോട്ടെ, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ ഞാൻ 30 സെക്കൻഡ് ജിംഗിൾസ് ഉണ്ടാക്കാൻ തുടങ്ങി ഫോർ ആഡ് ഫിലിംസ്. അങ്ങനെ ആഡ് ഫിലിംസിൻ്റെ സംഭവങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇതേ ഫ്രണ്ട് തന്നെ എന്നോട് ചോദിച്ചത്, നിനക്കൊരു 30 സെക്കൻഡ് മ്യൂസിക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഒരു 4 minute സോങ് ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ അതിൽ നിന്നാണ് പിന്നെ ഈ പാട്ട് കമ്പോസിങ് തുടങ്ങിയത്. പിന്നെ എന്താ പറയുക, ആൽബംസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരു ബാൻഡ് ഫോം ചെയ്തു. പിന്നെ എന്താ പറയുക, ആ ബാൻഡിന് ഞങ്ങൾക്ക് ദുബായിൽ പെർഫോം ചെയ്യാനൊരു ഇൻവിറ്റേഷൻ വന്നു. ആ ഇൻവിറ്റേഷൻ വന്നു. അപ്പോൾ ആ സെയിം ഷോയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി വിനീതും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ആ എയർപോർട്ടിൽ വെച്ചാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ ബാക്കി നടന്നൊക്കെ എല്ലാവർക്കും അറിയാം. വൈഫിനെ പ്രത്യേകിച്ച് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം അവളിത് ഫുൾ ടൈം കേട്ടോണ്ടിരിക്കുകയാണ്. എൻ്റെ സ്റ്റുഡിയോ എന്ന് പറയുന്നത് വീട്ടിനകത്ത് തന്നെയാണ്. അപ്പോൾ അവിടുന്ന് ഇത് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം ഇടയ്ക്ക് വന്നിട്ട് ബാക്കിൽ നിന്ന് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകും, ഇത് കൊള്ളില്ല അല്ലെങ്കിൽ ഇത് കൊള്ളാം എന്ന് പറയും. പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ കമ്പോസിങ് കഴിഞ്ഞാൽ ഞാൻ പാട്ടിൽ അയച്ചു കൊടുക്കുന്ന ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പം ഞാൻ എൻ്റെ അനിയൻ അയച്ചു കൊടുക്കും. ബിക്കോസ് അവൻ ബാംഗ്ലൂരാണ്. അവൻ ലോകത്തുള്ള എല്ലാ ടൈപ്പ് പാട്ടുകളും കേൾക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് അയച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ഏതെങ്കിലും ഒരു പാട്ട് പോലെ ഉണ്ടോ, അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അത് ഒരുവിധം എല്ലാ പടങ്ങളും ഈ പറഞ്ഞ പോലെ ഒരു നമ്മുടെ സ്വന്തം ഫ്രീഡത്തിൽ തന്നെ ചെയ്ത വർക്കാണ്. നമുക്ക് തന്നെ ചില പാട്ടുകൾ ചെയ്തൊരു ആദ്യം ഭയങ്കര ഇംപ്രസീവായിട്ട് തോന്നും, പക്ഷെ പിന്നീട് ഈവൻ അതിപ്പോൾ ആ പർട്ടിക്കുലർ പടത്തിൻ്റെ പ്രൊഡ്യൂസർക്കാണെങ്കിലും ഡയറക്ടർക്കാണെങ്കിലും അവർക്ക് ഇനീഷ്യലി ആ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര അപ്പീലിംഗ് ആയിട്ട് തോന്നും. പക്ഷെ പിന്നീട് ഇതിപ്പോൾ മ്യൂസിക് ഡയറക്ടർ തന്നെ ഇപ്പം എനിക്ക് തന്നെ ചിലപ്പോൾ അത് ഇങ്ങനെ കണ്ടിന്യൂസ്ലി കേട്ടോണ്ടിരിക്കുമ്പോൾ ഇറ്റ് മൈറ്റ് നോട്ട് വർക്ക്. ചിലപ്പോൾ അത് കേട്ടോണ്ടിരിക്കുന്നില്ല, ഇതല്ല ഇതിന് വേണ്ടതെന്ന് പറയും. അപ്പം നമുക്കിത് ചെയ്യാനും അത് മാറ്റാനും ഉള്ള ഫ്രീഡം ഉണ്ട് ഇപ്പോഴും. ഇപ്പം യു കമ്പോസ് സംതിങ്, യു ക്യാൻ ഈവൻ സേ നോ ടു ഇറ്റ് വാട്ട് യു കമ്പോസ്. അപ്പം ഞാൻ ഈ പ്രൊഡ്യൂസറിനെ വിളിച്ചു പറയും, ഡയറക്ടറെ വിളിച്ചു പറയും, ഞാൻ ആ ചെയ്ത സംഭവം ഇങ്ങനെ കണ്ടിന്യൂസ്ലി കേട്ടോണ്ടിരിക്കുമ്പോൾ
ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. അപ്പോൾ അതുകൊണ്ട് ലെറ്റ് മീ ട്രൈ ഡൂയിങ് സംതിങ് എൽസ്. എന്നിട്ട് അതുകൂടി അയച്ചു തന്നിട്ട് ഈ രണ്ടിന് ഏതാണ് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിക്ക് ചെയ്യാം. ഇതുവരെ ചെയ്ത പടങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് തോന്നിയത് ഡെഫിനറ്റ്ലി തീര എന്ന് പറയുന്ന പടം. അപ്പം കാരണം ബാക്കി നമ്മളിപ്പം റൊമാൻസ് അതുപോലെ ഇപ്പം ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡ് പടം അതുപോലെ ഫാമിലി മൂവീസ് ഒക്കെ ചെയ്തു. പക്ഷേ തീരയായിരുന്നു ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ത്രില്ലർ പടം. അപ്പം അതിൻ്റെ പാട്ടുകളാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ആണെങ്കിലും ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. അപ്പം ഡെഫിനറ്റ്ലി ആസ് എ കമ്പോസർ ഒന്നാമത് ഞാൻ ഇതുവരെ എന്നെ ഒരു സിംഗറായിട്ട് കണക്കാക്കിയിട്ടില്ല. അതാണ് സത്യം. പലപ്പോഴും ഞങ്ങളിപ്പോൾ ഡയറക്ടർ ഇപ്പോഴത്തെ അവസ്ഥയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടർക്ക് ആദ്യം വേണ്ടത് ട്യൂണാണ് ചോദിക്കുക. ഒക്കെ ഒരു സിറ്റുവേഷൻ പറഞ്ഞു തന്നിട്ട് നേരത്തെ കാലത്ത് ആദ്യം കവിതയാണ് ഉണ്ടാവുക. ആദ്യം പാട്ട് എഴുതും, എന്നിട്ട് യു കമ്പോസ് ദ കവിത. ഇപ്പം നേരെ തിരിച്ചാണ്, ഡയറക്ടർക്ക് ആദ്യം വേണ്ടത് ട്യൂൺസാണ്. അപ്പോൾ ട്യൂൺസ് കമ്പോസ് ചെയ്തിട്ട് ആ ട്യൂൺ നമ്മൾ പാടിയിട്ട് കൊടുക്കും, ഡയറക്ടർക്ക് കൊടുക്കും. അപ്പം അങ്ങനെ ഡയറക്ടർ അതൊരു 1500 തവണ കേൾക്കും. അപ്പം അങ്ങനെ ഡയറക്ടർ യൂസ്ഡ് ആവും ആ ഒരു ശബ്ദത്തിന്. പിന്നെ ആ ശബ്ദം മാറ്റിയിട്ട് വേറെ ലോകത്തിലുള്ള ഏറ്റവും നല്ല സിംഗറെ വെച്ച് പാടിച്ചു കഴിഞ്ഞാൽ പോലും ഡയറക്ടർ അത് അപ്രൂവ് ചെയ്യില്ല. അപ്പം അത് ഇറ്റ്സ് നോട്ട് നെസസറിലി ബിക്കോസ് ദ വോയിസ് വാസ് ഗുഡ്, ഇറ്റ്സ് ഓൺലി ബിക്കോസ് ദേ ഗോട്ട് യൂസ് ടു ദ വോയിസ്. അങ്ങനെ ഒരു സംഭവം, അങ്ങനെ പാട്ടുകാരനായ ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് പിന്നെ എന്താ പറയുക, ഞാൻ ചെയ്യുന്ന എല്ലാ പടത്തിലും എൻ്റെ ഒരു പാട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ അതെൻ്റെ ഒരു ഡിസിഷൻ അല്ല. അത് ഞാൻ പലതവണ ഈ ഒരു കാര്യം പറഞ്ഞിട്ട്, കമ്പോസിങ് അല്ലാതെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും ഡയറക്ടേഴ്സിനോട് ഞാൻ തല്ലുപിടിയിട്ടുണ്ട്, എൻ്റെ ശബ്ദം മാറ്റണം എന്നുള്ളത്. അയ്യോ, അങ്ങനെ രഹസ്യം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഫ്രീഡം ഉണ്ടാവും, ഒരു പ്രത്യേക എനർജി ഉണ്ടാവും. നേരെ മറിച്ച് നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്തവരുടെ കൂടെ ചെന്ന് നിൽക്കുമ്പോൾ യു വിൽ ഫീൽ വെരി അൺഈസി. സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്നൊക്കെ പറയുന്ന കുറേ സംഭവങ്ങളുണ്ട്. ഇത് ആ എക്സാക്ട് സെയിം സംഭവമാണ് നമ്മുടെ റിലേഷൻഷിപ്പിലും ഉള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ആ ബാൻഡുള്ള സമയത്ത്, ട്രാവൽ ചെയ്ത സമയത്താണ് ഞാൻ വിനീതിനെ കാണുന്നതും പരിചയപ്പെടുന്നത്. അപ്പം അന്ന് തൊട്ട് കോഫി ടൈം റോഡ് തൊട്ട് ഞങ്ങൾ ഒരുമിച്ചുണ്ട്. അപ്പം പല കാര്യങ്ങളും ഇപ്പം വിനീത് പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല, ഇത് വിനീതിന് ഇഷ്ടാവില്ല, അതുകൊണ്ട് ഇത് അവൻ അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഫീൽ ചെയ്യും. ആസ് എ മ്യൂസിക് ഡയറക്ടർ എൻ്റെ യൂണിക്നെസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി എൻ്റെ ഫ്രണ്ട്സാണ്. I have a very good set of friends and അങ്ങനെ വേറെ ഈഗോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത I have a very good set of friends. അപ്പം എൻ്റെ യൂണിക്നെസ് ആസ് എ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയാൻ ഒന്നുമില്ല. എന്താ പറയുക, എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും ചെയ്യുന്നത് പോലെ നമ്മളൊരു സിറ്റുവേഷൻ കേൾക്കും, അതിനെ പറ്റിയ ഒരു ട്രാക്ക് ഞങ്ങൾ കമ്പോസ് ചെയ്യും. അപ്പം യൂണിക്നെസ് എന്ന് പറയാൻ I try and bring melody into what I compose. അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഞാനിപ്പം ഉണ്ണിമേനോനെ കൊണ്ട് പാടിച്ചല്ലോ. അപ്പം അവരങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ അവർ ഭയങ്കര എനർജി ഉള്ള ആളുകളാണ് കേട്ടോ. ഈ പഴയ സിംഗേഴ്സ് എന്നൊക്കെ പറയുന്നത് അവർ അത്രയും ആ പഴയ കാലത്ത് അത്രയും എന്തൂസിയാസം തന്നെ. ഇപ്പോഴത്തെ ആളുകളാണ് മടിയന്മാർ. പഴയ ആളുകൾ എന്ന് പറയുന്നത് ഇപ്പോഴും they share the same enthusiasm that they did അന്ന് പണ്ടൊക്കെ. ഇപ്പോൾ ഉണ്ണിമേനോൻ ആണെങ്കിലും ഉണ്ണിയേട്ടനൊക്കെ ആണെങ്കിലും നല്ല പക്ക ഫുൾ എനർജറ്റിക് ആയിട്ട് തന്നെയാണ് തിരുവാമണി രാവ് വന്ന് പാടിയതും ഒക്കെ. അപ്പം അവർക്കും ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ കാലത്തെ മ്യൂസിക് ഡയറക്ടേഴ്സിന് കൂടെ വർക്ക് ചെയ്യാനൊക്കെ അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ they are a dream to handle ആക്ച്വലി. അവർക്ക് ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് പറയും, ചാണ് ഇതിങ്ങനല്ല, ഇതിങ്ങനെ ആയാൽ നന്നായിരിക്കില്ല എന്ന് ഇങ്ങോട്ട് പറയും. എന്താ പറയുക, അത് ആ എക്സ്പീരിയൻസ് കൊണ്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പം യു ഓൾവേസ് സേ യെസ് ടു ദാറ്റ്. എനിക്ക് ഗുണം ചെയ്യുന്നത് ഡയറക്ടർ ആയതുകൊണ്ട് വിനീതിന് ഏറ്റവും ഹൈപ്പറായിട്ട് അല്ലെങ്കിൽ ഹൈലി എനർജറ്റിക് ആയിട്ട് അവൻ്റെ പാഷൻ ഫോളോ ചെയ്യുന്നത് കാണുന്നത് എപ്പോഴും അവനൊരു ഡയറക്ടറായിട്ട് നമ്മളോട് സംസാരിക്കുമ്പോഴാണ്. പല പല കാര്യങ്ങൾ അവൻ്റെ ഐഡിയാസ്. ആസ് എ സിംഗർ എന്ന് പറയുമ്പോഴും എന്താ, വേറൊരാൾ കമ്പോസ് ചെയ്ത ഒരു പാട്ട് അവൻ പാടുന്നു. ആസ് എൻ ആക്ടർ എന്ന് പറയുമ്പോഴും വേറൊരാൾ കൺസീവ് ചെയ്ത ഒരു ക്യാരക്ടർ അവൻ പ്ലേ ചെയ്യുന്നു. ആസ് എ ഡയറക്ടർ എന്ന് പറയുമ്പോൾ അവൻ പറയുന്നതാണ് കാര്യങ്ങൾ. അപ്പം he takes control. That's very good. അത് ഏതോ ഒരു സായാഹ്നത്തിലാണെന്ന് തോന്നുന്നു. അങ്ങനെ വഴി എന്ന് പറഞ്ഞങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പോഴും എന്താ പറയാ, അങ്ങനെ ഒരു പ്ലാനിങ്ങിൽ പോകുന്ന ഒരാളല്ല. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ആഡ് ചെയ്യുന്ന നിനക്ക് എന്തുകൊണ്ട് ഒരു 4 മിനിറ്റ് പാട്ട് ചെയ്തുകൂടാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 4 മിനിറ്റ് പാട്ട് ചെയ്തു. പിന്നെ ബാൻഡ് ഫോം ചെയ്തു. പിന്നെ അതങ്ങനെ അങ്ങ് കണക്ട് ചെയ്ത് അങ്ങ് പോയിന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഡെഫിനറ്റ് പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു എനിക്ക്. ഞാൻ ആക്ച്വലി നേരത്തെ വളരെ സ്ലോ സോങ്സ് ഒക്കെ കേട്ടുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഇപ്പം
ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ സ്ലോ സോങ്സ് ഒക്കെ കേട്ടു. പക്ഷേ ഇപ്പം നമ്മുടെ ജോലി ഇതായതുകൊണ്ട് you have to listen to world music, you have to listen to all kinds of music. ഒരു ജോണറിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ you have to listen to everything. അപ്പം അങ്ങനെ ഞാനത് എന്നെ തന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്നെ തന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിഷ്ടമല്ലാത്ത ജോണറിലുള്ള പാട്ടുകൾ പോലും ഞാനിപ്പം കേട്ടിട്ട് why do people find it interesting എന്നുള്ള ഒരു സംഭവം ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ I listen to almost everything right now. അല്ല അത് പിന്നെ എന്താ പറയുക, ചില സായാഹ്നങ്ങൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഈ ലുക്ക് മാറ്റിക്കൂടാ എന്നുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താ പറയുക, യുവത്വം നമ്മൾ കാത്ത് സൂക്ഷിക്കണമല്ലോ. അപ്പം എനിക്കിപ്പോൾ പാരമ്പര്യമായിട്ട് കഷണ്ടി ഉണ്ട്, എനിക്കും കയറി വരുന്നുണ്ട്. പക്ഷെ എൻ്റെ അനിയൻ ഫുൾ മൊട്ടയായി, എൻ്റെ ഫാദർ ഫുൾ മൊട്ടയാണ്. എനിക്ക് മാത്രം ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ മുടിയുള്ളൂ. കണ്ണു വെക്കണ്ട. ഞാൻ പറഞ്ഞത്, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ടാൽക്കം പൗഡർ പോലും യൂസ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. ഓക്കെ, പിന്നെ താടി വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് ചില സ്ഥലങ്ങളിൽ മാത്രമേ നരയുള്ളൂ. അപ്പം ഇതിങ്ങനെ വരുമ്പോൾ ഈ സെക്കൻഡ് ഷോയ്ക്ക് ആളിരുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് വെള്ളം വരും. അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ക്ലീൻ ഷേവ് ആയിട്ടാണ്. അങ്ങനെ വേറെ ഗ്ലാമർ രഹസ്യങ്ങളൊന്നും. അപ്പം ഐ ഹാഡ് ഫൺ ഡ്യൂറിങ് ദി ഇന്റർവ്യൂ. ഇതുവരെ ഞാൻ ഫേസ് ചെയ്യാത്ത കുറേ ബേണിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഫേസ് ചെയ്തു. വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. എനിവേസ്, സേക്രഡ് ഹാർട്ട്സ് കോളേജിലുള്ള സ്റ്റുഡൻസിനും യൂണിയൻ മെമ്പേഴ്സിനും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ.